ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഇൻ കൊറിയ ആണ്. ഞാൻ നാട്ടിലാവുമ്പോൾ പോലും റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഒന്നും പോകാറില്ല. പക്ഷേ ഇവിടെ കുറച്ച് സ്പെഷ്യൽ അല്ലേ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു പോവാന്ന്, അതുകൊണ്ടാണ് പോകുന്നത്. കാരണം സൺഡേ ആയിട്ട് രാവിലെ 8 മണിക്കൊക്കെ എണീക്കേണ്ട അവസ്ഥയാണ്. എനിവേ, ഞാൻ വിചാരിച്ചു ഇന്ത്യൻ പരിപാടിയല്ലേ, അപ്പോൾ ചുരിദാറിട്ട് പോവാന്ന്. നല്ല തണുപ്പായിരിക്കും പുറത്ത്, പക്ഷെ നമുക്ക് ജാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെന്താ പറയേണ്ടത്, ആരോ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പൊട്ടിട്ട് നോക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പൊട്ടൊക്കെ ഇട്ടത്. ഐ ഫീൽ ലൈക്ക് സംതിങ് എക്സ്ട്രാ ഓൺ മൈ ഫേസ്. കാരണം ഞാൻ പൊട്ടിടാറില്ല പൊതുവേ, യുനോ, ഒരിക്കൽ പോലും വല്ല സാരി കൊടുക്കുമ്പോൾ മാത്രമേ, അപ്പോഴും ഞാൻ അധികം ഇടാറില്ല. പക്ഷേ എനിവേ, അപ്പോൾ ആ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊട്ട്. അത് മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ പോവും. ബട്ട് എനിവേ, സോ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ. ഞാൻ ഒരു ബസ് കയറി ഇറങ്ങി, രണ്ടാമത്തെ ബസ്സിൽ കയറണം. ഇനി ഇവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അവരുടെ പൊടി പോലും കാണുന്നില്ല. ഇപ്പോൾ ഉള്ളത് വാർ മെമ്മോറിയൽ ഓഫ് കൊറിയ അവിടെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം അവരവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ. എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് മറ്റേ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിയും തോന്നുന്നു. നമ്മളെല്ലായിടത്തും ലേറ്റാണ്, എന്തൊരവസ്ഥ. നമ്മൾ എംബസീൻ്റെ അവിടെ എത്താറായി. ഞാൻ അരമണിക്കൂർ 40 മിനിറ്റ് ലേറ്റാണ്. ബൈ ദ വേ, ഇത് ഹന്നംദോങ്ങിലാണ് ഇട്ടുള്ളത്, ഇന്ത്യൻ എംബസി. ഹന്നംദോങ്ങിലാണ് നമ്മുടെ BTS, ജംഗുക്ക്, ജിമ്മിൻ്റെ ഒക്കെ വീട്. എവിടെയാണെന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെയാണ്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിയുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്, ഫൈനലി. നമുക്കിനി ഉള്ളിൽ പോവാം. എങ്ങനെ പോവും ഉള്ളിലോട്ട്? ഇവിടെ എല്ലാം തോന്നുന്നു എൻട്രൻസ്. ഞാൻ അവിടെ ചെന്നപ്പം ആ ബിൽഡിംഗ് അല്ല, ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബിൽഡിംഗ്. വാ, ഞാൻ അൺനെസസറി ആയിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഐ ഡോണ്ട് നോ വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് ടു മീ. വാ, 여기 아니에요? 그 인도 행사 세컨드 플로어? 포르트 플로어? 네, 감사합니다. Oh my god, amazing. मोदी दाखवायचं ना. इन्फ्लुएन्सर आहे त्याच्यामध्ये. हे गाइस, समोसा इंडियन एम्बसी प्रोवाइड टुडे. कसं रे, कसं व्हायचं? Welcome in my YouTube channel. Subscribe. Follow, like, share. Guys, നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് BTS ഓൾഡ് ഡോമിൻ്റെ അവിടേക്ക് പോവാണ്. സോ സീ യു ദേർ. So we are on our way to where? BTS dome, guys. I look like an Indian today. You are an Indian. I mean with the bindi and all. I usually don't put bindi. We have to go this way. ഈ സ്ട്രീറ്റിലൂടെയാണ് BTS ഒക്കെ പണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, അവർ വളർന്ന വഴിയാണ് ഗൈസ് ഇതെല്ലാം. അപ്പം നമ്മളിപ്പം കഫേയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഹ്യൂഗ കഫേ എന്നാണ് ഇതിൻ്റെ പേര്. ഇറ്റ്സ് എ BTS tour day today. Yes, BTS pilgrimage. ഗൈസ്, അപ്പം നമ്മൾ ഹ്യൂഗ കഫേൻ്റെ മുമ്പിലാണ്. ഈ കഫേ എന്ന് പറയുന്നത് പണ്ട് BTS താമസിച്ചുകൊണ്ടിരുന്ന ഡോം ആയിരുന്നു, അത് കഫേ ആക്കി മാറ്റിയതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഓക്കെ, കം ഓൺ ഗൈസ്.
പറഞ്ഞ? ഓ ആ wow. Okay, this is how the cafe looks, okay? Oh, look at this. So good. നമുക്കിനി ഈ ഫ്ലോറിൽ പോയി നോക്കാം. ഗൈസ്, നമ്മൾ കഫേയിലെത്തി. ഇത് കണ്ടോ, ഇവിടെ ഫുൾ ആർമീസ് വന്ന് എഴുതി വെച്ചതാണ്. സോ ഗുഡ്. ഇവിടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഗൈസ്, ഇവിടെയാണ് പണ്ട് BTS താമസിച്ചുകൊണ്ടിരുന്നത്. Look at this picture, so nice. Oh, you're ordering something? Guys, we ordered purple grenade. Our purple aid came with a purple waitress. Yeah. With the purple waitress. Why I look so white here? Guys, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് പർപ്പിൾ എയ്ഡ്. പർപ്പിൾ കളർ ഡ്രിങ്ക്. ഇതിന് താഴെ കിവി, പൈനാപ്പിൾ ഒക്കെ ഉണ്ട്. കുടിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഡ്രിങ്കാണിത്. ഇതാണ് ഗൈസ് 3rd ഫ്ലോർ. ഇവിടെ അവരുടെ കുറേ ഫോട്ടോസ് ഉണ്ട്. റൊമാൻസ് ഏരിയ. ഗൈസ്, അങ്ങനെ നമ്മൾ BTSൻ്റെ ഡോമിൽ നിന്ന് ഇറങ്ങി, വിച്ച് ഇസ് എ കഫേ നൗ. ഇനി ഞാൻ വീട്ടിൽ പോവാണ്. അവരൊക്കെ അവിടെ വേറെ ഫ്രണ്ട്സിനെ കണ്ട് തങ്ങി. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഇന്നത്തെ തെണ്ടിത്തിരിയലും കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത് എൻ്റെ പൊട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എനിവേ, ഇറ്റ് വാസ് സോ നൈസ് ഡേ ബട്ട് സോ ടയറിങ് ഓൾസോ. ഞാൻ റിപ്പബ്ലിക് ഡേൻ്റെ പല പരിപാടികളും കണ്ടില്ല. ഞാൻ കുറച്ച് ലേറ്റായി എത്താൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കുറ്റം പറയാം, പക്ഷേ ഐ ഹാവ് എൻ എക്സ്ക്യൂസ്. ഞാൻ ഇന്ന് രാവിലെ 7:50 എണീറ്റതാണ്. ഞാൻ എൻ്റെ കൂടെ വരുന്ന പിള്ളേരെ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല. ഓക്കെ, ദേ വെർ സപ്പോസ് ടു ടേക്ക് മൈ ഫോൺ. പിന്നെ ഞാൻ ഓൾറെഡി എനിക്ക് പോകാൻ മടിയായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഉറങ്ങി. അപ്പം ഞാൻ ലേറ്റായി എണീക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോയത്. ഓക്കെ, എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും പ്രോഗ്രാം നല്ലതായിരുന്നു ഞാൻ കണ്ടിടത്തോളം. ആൻഡ് പിന്നെ നമ്മൾ BTSൻ്റെ അവിടെ പോയി. BTSൻ്റെ ഡോം എന്ന് പറയുമ്പം ഇവിടെയാണ് പണ്ട് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവിടെ പോയപ്പം ഇറ്റ് വാസ് റിയലി നൈസ്. കാരണം പണ്ട് അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നൈസ്. ഇറ്റ് വാസ് എ വെരി 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 ഗുഡ് ഫീലിംഗ് അവിടെ പോയിട്ടുള്ളത്. പിന്നെ അവരുടെ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് ബിൽഡിങ്ങും പിന്നെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണുള്ളത്. പിന്നെ അവരുടെ പാർക്ക്. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പോയതാണ്. ഞാൻ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വ്ളോഗായിട്ട്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ലിങ്ക് ഹിയർ. ഓക്കെ, സമയം കിട്ടുമ്പോൾ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഒരു കഥയാണ് ഇന്നത്തെ വ്ളോഗ്. ബട്ട് ഐ ഹോപ്പ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. And thank you so much for watching this video and thank you for your support. I love you guys. പുതിയൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. Bye bye.